മാനന്തവാടിയിലേക്ക് വീണ്ടും ക്യാമറ തിരിച്ചുവെച്ച ദിനമാണിന്ന്. നടുക്കത്തിന്റെയും നഷ്ടത്തിന്റെയും സമാനതകളില്ലാത്ത പ്രതിഷേധവും കത്തിനിന്ന ഫ്രെയിമുകൾ. നാട്ടിലിറങ്ങിയ വനമൃഗത്താൽ ഇന്ന് ജീവൻ നഷ്ടമായ ആളുടെ പേര് അജീഷ്. കഴിഞ്ഞ 4 മാസത്തിനിടെ മൃഗങ്ങൾ നാട്ടിലിറങ്ങി ജീവനെടുത്ത 4ാമത്തെ മനുഷ്യൻ. പതിവ് പോലെ മൃതദേഹവുമായി നാട്ടുകാരും ബന്ധുക്കളും തെരുവിലിറങ്ങി. മനുഷ്യനാണോ മൃഗങ്ങളാണോ വലുതെന്ന ചോദ്യമുയർത്തി. അധികാരികൾ പതിവ് പല്ലവി പാടി. ഇത്തവണ പക്ഷേ സ്വരം കടുപ്പിച്ച നാട്ടുകാർക്ക് മുന്നിൽ അധികാരികൾ വിയർത്തു. ഒടുക്കം പ്രതിഷേധം അവസാനിപ്പിച്ചു. പക്ഷെ വയനാട്ടുകാരുടെ ഭീതി അടങ്ങുന്നില്ല. നാളെ ഇനി ഏത് കാട്ടാനയാണ്, ഏത് കടുവയാണ് ഇറങ്ങുക? ആരെയാണ് ബലി നൽകേണ്ടത്? ഈ വലിയ നഷ്ടങ്ങൾക്ക് ആരെയാണ് പഴിപറയേണ്ടത്? ഇനിയും എത്ര ജീവനുകൾ പൊലിഞ്ഞാലാണ് വയനാട്ടുകാർക്ക് സ്വസ്ഥതയും സ്വൈര്യവും തിരിച്ചു കിട്ടുക? ഇങ്ങനെ നീളുന്ന ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ മാത്രം ബാക്കിയാവുകയാണ്. എന്താണ് വയനാട്ടിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം സമീപകാലത്തായി ഇത്രയും കണ്ട് കൂടുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. എന്താണ് ഈ വയനാട്ടിൽ സംഭവിക്കുന്നുള്ളതിന് വിശദമായ ചിത്രത്തിലേക്ക് നമ്മൾ വരികയാണ്. 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 909 പേർ. 2016 മുതൽ 2022 വരെ. അങ്ങനെ ഒരു കാലയളവ് നിശ്ചയിക്കാൻ കാരണം CPM ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാലയളവാണ്. 2016 മുതൽ 2022 വരെയുള്ള കാലയളവിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം, അതായത് സംസ്ഥാനത്താകെ വന്യമൃഗശല്യത്താൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആക്രമണം നടത്തിയത് മൂലം ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 909 എന്ന് ആദ്യം കാണണം. ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് വയനാട്ടിലാണ്. ഇന്നിപ്പോൾ അവസാനത്തെ ഇരയായി മാറിയത് അജീഷാണ്. മാനന്തവാടി സ്വദേശി അജീഷാണ്. അജീഷിനെയും കൂടി കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ, നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് 909 എന്നുള്ള ഫിഗറാണ്. ആ 909-ൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് സ്വാഭാവികമായും വയനാട്ടിലാണെന്നുള്ളതാണ് രണ്ടാമതായി നമ്മൾ പ്രധാനമായി കാണേണ്ടത്. 4 മാസത്തിനിടെ 4 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വയനാട്ടിലെ സാഹചര്യം. കഴിഞ്ഞ 4 മാസത്തിനിടെ കാട്ടാനയുടെയും കടുവയുടെയും മറ്റു വന്യജീവികളുടെയും ആക്രമണങ്ങളാൽ വെറും 4 മാസത്തിനകം മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4 പേരാണ് എന്നുള്ളത് അങ്ങേയറ്റം ഭീതിയും ആശങ്കയും ആധിയും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. പരിക്കേറ്റവരുടെ എണ്ണം 7492 ആണ്. വയനാട്ടിലെ കണക്കല്ല, സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി ആക്രമണം നടത്തിയത് മൂലം പരിക്കേറ്റവർ, അതിപ്പോൾ ഗുരുതരമായോ അല്ലാതെയോ സാരമായോ നിസ്സാരമായോ പരിക്കേറ്റവരുടെ മൊത്തം പരിക്കേറ്റവരുടെ എണ്ണം 7492 പേരാണ്. ഇതിൽ മിക്ക ആളുകളും ഇപ്പോഴും ചികിത്സയിലുണ്ട്. പലർക്കും ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റത് കാരണം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളുണ്ട്. അതൊക്കെയാണ് അപ്പോൾ പരിക്കേറ്റവരുടെ സാഹചര്യം. ഇനി നാട്ടിലിറങ്ങിയ മൃഗങ്ങളുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ കാട് വിട്ട് നാട്ടിലിറങ്ങിയ മൃഗങ്ങളുടെ എണ്ണം 55,000 അതിൽ ആനയുണ്ട്, കടുവയുണ്ട്, മറ്റു പലതരത്തിൽ മൃഗങ്ങളുണ്ട്, കാട്ടുപന്നികളുണ്ട്, മലയണ്ണാൻ വരെയുണ്ട്. ഈ ചെറിയ മൃഗങ്ങളടക്കം വലിയ മൃഗങ്ങൾ, ആന വരെയുള്ള വലിയ മൃഗങ്ങളൊക്കെ എല്ലാ അർത്ഥത്തിലും മനുഷ്യന് വലിയ തരത്തിലുള്ള പരിക്കുകളും വലിയ തരത്തിലുള്ള നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയ 8 വർഷത്തെ കണക്കാണ് നമ്മൾ പറയുന്നത്. നശിപ്പിച്ചത് 68.5 കോടിയുടെ കാർഷിക വിളകൾ. കഴിഞ്ഞ 8 വർഷത്തെ മാത്രം കണക്കെടുക്കുമ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കൃഷിയും ജനവാസ മേഖലയിലും ഇറങ്ങിയത് മൂലം നശിപ്പിച്ചത് 68.5 കോടിയുടെ കാർഷിക വിളകളാണെന്നുള്ളതും കൂടി കാണണം. 203 പേരുടെ കുടുംബത്തിന് ഇതുവരെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് നേരത്തെ നമ്മൾ 909 പേരുടെ കണക്ക് പറഞ്ഞു. അതായത് സംസ്ഥാനത്തൊട്ടാകെ 909 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം. അതിൽ 203 പേരുടെ കുടുംബത്തിന് ഇപ്പോഴും മതിയായ, അതായത് പ്രഖ്യാപിച്ച വാഗ്ദാനം ചെയ്ത മുഴുവൻ നഷ്ടപരിഹാര തുകയും കിട്ടിയിട്ടില്ല എന്നുള്ള വിവരം കൂടിയുണ്ട്. ഇനി പരിക്കേറ്റ 1500 പേർക്കും സഹായം കിട്ടിയിട്ടില്ല. ആകെ പരിക്കേറ്റവരുടെ എണ്ണം 7492 പേരാണ്. അതിൽ പലർക്കും ഗുരുതരമായ പരിക്കുകൾ കാരണം ഇപ്പോഴും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകാത്ത അവസ്ഥയുണ്ട്. ആ പരിക്കേറ്റ 7492 പേരിൽ 1500 പേർക്കും ഇപ്പോഴും പ്രഖ്യാപിച്ച സഹായങ്ങൾ കിട്ടിയിട്ടില്ല എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. കൃഷി നശിച്ച 6773 പേർക്കും പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നുള്ള സാഹചര്യം കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. ഇനി എത്രയാണ് ഈ നഷ്ടപരിഹാര തുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സമാനതകളില്ലാത്ത പ്രതിഷേധവും പ്രതിഷേധ ചൂടും നമ്മൾ മാനന്തവാടിയിൽ നിന്ന് കണ്ടു.
50 ലക്ഷം നഷ്ടപരിഹാര തുക വാഗ്ദാനം ചെയ്യാതെ പ്രഖ്യാപിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് ആ നാട്ടുകാർ വലിയ സങ്കടത്തോടുകൂടി അധികാരികൾക്ക് മുന്നിൽ കേഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിൽ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന നഷ്ടപരിഹാര തുക, കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷമാണ്. ആദ്യ ഗഡുവായി 5 ലക്ഷം നൽകും. അതാണ് ഇന്നും ആദ്യഘട്ടത്തിൽ ഒരു വാഗ്ദാനമായി നൽകിയത്. കലക്ടർ വന്നത് പോരാ, അത് സമ്മതിക്കാൻ കഴിയില്ല എന്നുള്ള നാട്ടുകാരുടെ വലിയ പിടിവാശിക്ക് മുന്നിലാണ് ഒടുക്കം അവിടെ അധികാരികൾക്ക് വഴങ്ങേണ്ടി വന്നത്. ശരി, ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ നൽകും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ രീതി. പിന്നീട് ഫണ്ടിന്റെ കുറവെന്ന് വനമന്ത്രി, അതായത് എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് ഇനിയും ഫണ്ട് തുക കൊടുക്കാൻ വൈകുന്നതെന്ന് ചോദിച്ചാൽ ഫണ്ടിന്റെ കുറവിനെയാണ് വനമന്ത്രി പഴിക്കുന്നത്. ശരി, 10 വർഷത്തിനിടെ ആക്രമണങ്ങളിൽ വർധനയുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വയനാട്ടിലെ മാത്രം സാഹചര്യത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ വലിയ ക്രമേണയായ വർധനവുണ്ടാകുന്നു. അതിനെന്തൊക്കെയാണ് കാരണം എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് ആളുകൾ വയനാട്ടുകാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് കാടിനുള്ളിൽ റിസോർട്ടുകൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ റിസോർട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായും രാത്രികളിൽ ഈ റിസോർട്ടിനകത്ത് ക്യാമ്പ് ഫയറുകൾ കൂടും, വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ബഹളങ്ങളും റിസോർട്ടുകളും ഒക്കെ കൂടുന്നത് കാരണം വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് കൂടിയിട്ടുണ്ടെന്ന് നാട്ടുകാരോട് വളരെ പെട്ടെന്നൊക്കെ ചോദിച്ചാൽ വരുന്ന ഉത്തരം അതാണ്. പ്രഖ്യാപനങ്ങളിൽ ചുരുങ്ങുന്ന പരിഹാര ശ്രമങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒറ്റനോട്ടത്തിൽ ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കുറെ കൂടി എന്താണ് വയനാട്ടിൽ അടുത്ത കാലത്തായി ഇത്ര കണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം കൂടാനുള്ള കാരണം എന്നതിലേക്ക് കുറെ കൂടി വിശദമായി നമ്മൾ വരുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സുനിൽ ഐസക് വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട്. സുനിൽ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ വലിയ തോതിൽ കാട്ടാനയായാലും കടുവയായാലും മറ്റു ജീവികളുടെയൊക്കെ ശല്യം വയനാട്ടുകാർക്ക് വലിയ തോതിൽ ആശങ്കയും ഭീതിയും ഉണ്ടാക്കുന്നുണ്ട്. ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെയാണ്. എന്താണ് അവിടെ ഇന്ന് സുനിൽ രാവിലെ മുതൽ മാനന്തവാടിയിലുണ്ട്. അപ്പോൾ നാട്ടുകാരും അവിടുത്തെ പരിസ്ഥിതി സ്നേഹികളും ഒക്കെ സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നതനുസരിച്ച് എന്തുകൊണ്ടായിരിക്കാം ഇത്ര കണ്ട് ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഇത്ര കണ്ട് കൂടിയത്? എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കിയ സാഹചര്യം? സൈഫു, കേവലം 8.5 ലക്ഷം ആളുകൾ മാത്രം അധിവസിക്കുന്ന ഒരു കുഞ്ഞു ജില്ലയാണ് വയനാട്. പക്ഷേ എല്ലാ ദിവസവും ഇവിടെ മനുഷ്യന് നേരെ വന്യജീവി ആക്രമണം ഉണ്ടാവാത്ത ദിവസങ്ങളൊന്നും തന്നെ ഇല്ല എന്നതാണ് വയനാടിൻ്റെ സങ്കടകരമായ കാഴ്ച. നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തെ വന്യജീവി ആക്രമണങ്ങളുടെ കൊല്ലപ്പെട്ടവരുടെയൊക്കെ കണക്കെടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ സ്വാഭാവികമായും ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തു വരുന്നത്. കാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വയനാട്ടിലെ കാടുകളിൽ വലിയ തോതിൽ വന്യജീവി ശല്യം രൂക്ഷമായിരിക്കുന്നു. വന്യജീവികളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വന്യജീവി ശല്യം രൂക്ഷമാവാൻ കാരണമെന്ന് വനം വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ പറഞ്ഞത്. മാത്രമല്ല, ഈ വന്യജീവികളെ തടയുന്നതിനായി 670 കോടി രൂപയുടെ ഒരു പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചെങ്കിലും കേന്ദ്രം ഇതുവരെ അതിന് നേരെ കണ്ണു തുറന്നിട്ടില്ല. അതാണ് പ്രധാനമായും ഈ വന്യജീവി ശല്യം തടയാനുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നെന്നും വനം വകുപ്പ് മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ 13 ദിവസത്തിനിടെ മാത്രം ജീവൻ നഷ്ടമാവുന്ന വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുന്ന രണ്ടാമത്തെ ആളാണ് അജീഷ് ജോസഫ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ വയനാട്ടിലെ മാത്രം കണക്കെടുത്താൽ അത് ഞെട്ടിക്കുന്ന കണക്കാണ്. അതായത് 10 വർഷത്തിനിടെ വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 43 മനുഷ്യരാണ്. അതായത് 43 മനുഷ്യജീവനുകളാണ് കാട്ടാന ആക്രമണത്തിൽ മാത്രം നഷ്ടമാവുന്നത്. അതിനപ്പുറത്തേക്ക് കുറേ കൂടി വിശാലമായ രീതിയിലുള്ളൊരു കണക്കെടുത്താൽ 43 വർഷത്തെ ഒരു കണക്ക് നമ്മളെടുത്താൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ 152 പേർ വയനാട്ടിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതിൽ 53 പേരുടെയും ജീവൻ എടുത്തത് കാട്ടാനയാണെന്നാണ് ഏറ്റവും ദുഃഖകരമായ അല്ലെങ്കിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക്. 10 വർഷത്തിനിടെയാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ് വന്യജീവി ആക്രമണങ്ങൾ വലിയ രൂക്ഷമായിരിക്കുന്നത്. അതായത് 10 വർഷം കൊണ്ട് കാട്ടിൽ വന്യജീവികളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവുണ്ടാകുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ, അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. ഈ നമ്മളിപ്പോൾ പറഞ്ഞ, അതായത് 53 പേരിൽ 43 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. കടുവയുടെ ആക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. കാട്ടുപന്നി ഒരാളെയും വകവരുത്തി. ഈ വർഷം 13 ദിവസത്തിനിടെ ഞാൻ മുമ്പ് പറഞ്ഞു 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇക്കഴിഞ്ഞ ജനുവരി 29-ാം തീയതി തോൽപ്പെട്ടി നരിക്കലിൽ തോട്ടത്തിൽ കാവൽക്കാരനായിരുന്ന ലക്ഷ്മണനാണ് ഇതിന് തൊട്ടു മുമ്പ് കൊല്ലപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ അജീഷ് എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെടുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ, അതായത് ഈ കഴിഞ്ഞ വർഷം അവസാനം സെപ്റ്റംബർ 12-ന് വെള്ളമുണ്ടയിൽ തങ്കച്ചൻ എന്ന് പറയുന്ന ഒരാൾ വനം വാച്ചറാണ് കൊല്ലപ്പെട്ടത്.
കഴിഞ്ഞ 7 വർഷത്തിനിടെ മേപ്പാടി പ്രദേശത്ത് മാത്രം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 7 പേരാണ്. 5 വർഷത്തിനിടെ 540 പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അതായത് സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗം ആളുകളും എന്ന് പറയുന്നത് വയനാട്ടിലെ മനുഷ്യരാണ്, വയനാട്ടിലെ നിസ്സഹായരായ കൃഷിക്കാരാണ്, സാധാരണക്കാരായ തൊഴിലാളികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് മാത്രമല്ല, ഇപ്പോൾ അല്പസമയം മുമ്പ് സൈഫ് അതിൻ്റെ വളരെ വിശദമായൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് 5000-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായും ഒരു കാലഘട്ടത്തിൽ മണ്ണിനോട് അല്ലെങ്കിൽ രോഗങ്ങളോട് വന്യമൃഗങ്ങളോട് ഒക്കെ പടവെട്ടി ഇവിടെ ഒരു പുതിയ ജീവിതം ഉണ്ടാക്കിയെടുത്ത ആളുകളാണ് വയനാട്ടിലെ മനുഷ്യർ, പ്രത്യേകിച്ച് ഇവിടുത്തെ കർഷകർ, കൃഷിക്കാർ. പക്ഷേ അവർക്ക് ഒരു കുറേ പതിറ്റാണ്ടിന് ശേഷം, ഒരു 6-7 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും ഈ രൂക്ഷമായ വന്യമൃഗ ശല്യത്തെ തുടർന്ന് ഇവിടെ നിന്ന് പലായനം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അജീഷ് ജോസഫ് കൊല്ലപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഈ കാട്ടാന ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശമൊക്കെ നേരത്തെ സജീവമായി കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളായിരുന്നു. കൃഷി വലിയ തോതിൽ നഷ്ടത്തിലേക്കാവുന്നു. കാർഷിക വിളകളുടെ വിലയിലുണ്ടാകുന്ന വലിയ വില തകർച്ച ഉണ്ടാകുന്നു. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. മറ്റൊന്ന്, ഈ നാണ്യവിലകൾ വലിയ തോതിൽ അതിൻ്റെ കൃഷി നാശം സംഭവിക്കുന്നു. ഈ 2 പ്രശ്നങ്ങൾ, അതായത് കവുങ്ങായാലും തെങ്ങായാലും കുരുമുളകായാലും ഒക്കെ കൃത്യമായി കണ്ടുപിടിക്കപ്പെടാൻ കഴിയാത്ത കാരണങ്ങൾ കൊണ്ട് പൂർണ്ണമായും നശിച്ചു പോകുന്നു. അതോടുകൂടി കർഷകന് ഈ മണ്ണ് ഉപേക്ഷിച്ച് മറ്റെവിടേക്കെങ്കിലും പലായനം ചെയ്യപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇത് വയനാട്ടിലെ മാത്രം അവസ്ഥയല്ല. നമ്മൾ കണ്ണൂരിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ണൂരിലെ മലയോര മേഖലയിലും സമാനമായ അവസ്ഥയാണ്. അങ്ങനെ ഭൂമി ഉപേക്ഷിച്ച് മനുഷ്യൻ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക്, അതായത് കൂടുതൽ ജനവാസ മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായ സ്ഥലങ്ങളിലേക്ക് അവർ മാറുന്നു. അവിടെ വന്ന് അവർ കൂലിപ്പണിയെടുത്തും അല്ലെങ്കിൽ മറ്റ് ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ പണിയെടുത്തിട്ടാണ് അവരവരുടെ നിത്യജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ ഈ ഉപേക്ഷിച്ച് വന്ന ആ ഭൂമി പൂർണ്ണമായും കാട് പിടിക്കുന്നു. ആ കാട്ടിലേക്ക് വലിയ തോതിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുകയാണ്. ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വന്യമൃഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാട്ടുപന്നിയായിരുന്നു. കാട്ടുപന്നിയുടെ ആക്രമണം ഭയങ്കര രൂക്ഷമാകുന്നു. കാട്ടുപന്നിയുടെ എണ്ണം വലിയ തോതിൽ രൂക്ഷമായി വർദ്ധിക്കുന്നു. അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി വേണമെന്ന ആവശ്യം കർഷകർ കുറേ കാലമായി മുന്നോട്ട് വയ്ക്കുന്നു. അതിന് പക്ഷേ നിബന്ധനകളോടുകൂടിയൊക്കെ, അതായത് പ്രായോഗികമല്ലാത്ത നിബന്ധനകളോടുകൂടി അതിന് അനുമതിയൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് കാട്ടാന ഇറങ്ങുന്നു, പുലി ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു, കരടി ഇറങ്ങുന്നു. അതും ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. മനുഷ്യന് സ്വന്തം വീട്ടിൽ ജീവിക്കാൻ പോലും ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അജീഷ് കൊല്ലപ്പെടുന്നത്. അജീഷ് സ്വന്തം വീട്ടിലേക്ക് ഓടിക്കയറുകയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഭയന്ന്. അപ്പോഴാണ് ഈ കാട്ടാന ആ മതിൽ തകർത്ത്, ഗേറ്റ് തകർത്ത് വീടിനുള്ളിലേക്ക് വന്ന് സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ചാണ് ആ കർഷകനെ ആ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നത്. അത്തരത്തിൽ ദുരിതപൂർണമായ ഒരവസ്ഥയുണ്ടാകുന്നു. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് നമ്മളിന്ന് കൃത്യമായി വയനാട്ടിൽ കണ്ടത്. സർക്കാരിനെതിരെ, വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ, കലക്ടർക്കെതിരെയൊക്കെ അണപൊട്ടി ഒഴുകുന്ന അതിരൂക്ഷമായ പ്രതിഷേധത്തിന് മാനന്തവാടി സാക്ഷ്യം വഹിച്ചു. ഒരുപക്ഷെ മാനന്തവാടിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത, അല്ലെങ്കിൽ വയനാടിൻ്റെ തന്നെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ വയനാട്ടിൽ കാണുന്നത്, മാനന്തവാടിയിൽ കാണുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടുക്കീഴിലല്ല, ജനം ഇങ്ങ് വരികയാണ്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഒക്കെ വന്ന് വലിയ പ്രതിഷേധം ഉയരുന്നു. അത്തരത്തിൽ ഒരവസ്ഥ സംജാതമാവുകയാണ്. കർഷകന് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ശരി സുനിൽ, അത്ര കണ്ട് ജനക്കൂട്ടം ഇന്ന് തെരുവിലിറങ്ങിയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് സുനിൽ ഐസക് നൽകിയത്. കാരണം അത്ര കണ്ട് ഭീതിയിലും ആധിയിലും ആശങ്കയിലുമാണ് ആ ജനത ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ഈ ഭീതി ഇനിയും എത്ര നാൾ തുടരണം എന്നുള്ള ചോദ്യത്തിന് അധികാരികളുടെ മുന്നിലും ഉത്തരങ്ങളില്ല എന്നുള്ള അവസ്ഥ കൂടിയുണ്ട്.